പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ ആദ്യ ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് കഥയിലേക്ക് പോകാം. ചേച്ചി, ഒന്ന് എണീക്കാവോ? എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. കെവിന്റെ ശബ്ദം സാന്ദ്രയുടെ ഉറക്കത്തെ കാര്യമായി തന്നെ തടസ്സപ്പെടുത്തി. സൂര്യൻ ഉദിച്ചിട്ടില്ലല്ലോടാ, പിന്നെ എന്താ ഇത്ര ധൃതി? തലയിണയിൽ മുഖം അമർത്തിക്കൊണ്ട് കണ്ണു തുറക്കാതെ സാന്ദ്ര ചോദിച്ചു. പശുക്കൾ, അതുങ്ങളെ കുളിപ്പിക്കണം, കറക്കണം, പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ആശുപത്രിയിൽ പോകാൻ. ചേച്ചി വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകുകയെ. അവൻ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിനു മുമ്പേ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നോക്കി കണ്ണു തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. അവരെ കൂടെ എഴുന്നേൽപ്പിക്ക്, ഞാൻ വണ്ടിയുടെ താക്കോല് നോക്കട്ടെ. കെവിന് നിർദ്ദേശം നൽകിയ ശേഷം സാന്ദ്ര തന്റെ കറുത്ത നീളൻ കോട്ടെടുത്ത് അണിഞ്ഞു. അതിന്റെ പോക്കറ്റിൽ നിന്ന് താക്കോൽ പരതി പുറത്തെടുത്തു. കർത്താവേ! കെവിന്റെ അലർച്ച കേട്ടതും ഞെട്ടിത്തെറിച്ച് അവൾ തിരിഞ്ഞു നോക്കി. കാലുകൾക്കിടയിൽ കയ്യമർത്തി നിലത്ത് കിടന്ന് പിടയുന്ന കെവിനെയും എന്താണ് സംഭവിച്ചതെന്നറിയാതെ ഉറക്കച്ചടവോടെ ചുറ്റിനും നോക്കിക്കൊണ്ടിരുന്ന സഞ്ജനയെയും മാറി മാറി നോക്കിക്കൊണ്ട് സാന്ദ്ര ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എടി വെള്ളപ്പാറ്റേ! അയ്യോ! കെവിന്റെ കരച്ചിലിനിടയിൽ സാന്ദ്ര അവനെ താങ്ങി എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് പറഞ്ഞു. ചാടിക്കോ, നല്ലോണം ചാടിക്കോ, അമ്മാതിരി ചവിട്ടല്ലേ കിട്ടിയത്. സഞ്ജനയെ നോക്കിക്കൊണ്ട് അവൾ തുടർന്നു. എന്നാലും എന്റെ കൊച്ചേ, എന്നാ പരിപാടിയായി കാണിച്ചത്? പാവം മനീഷ് എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാ. ഒന്ന് പോ ചേച്ചി. ഞാൻ ഓർത്ത് ഏതേലും തമ്പിയായിരിക്കുമെന്ന്. ഇന്നലെ രാത്രി അവിടം വരെ പോയതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. അപ്പോഴാ അവന്റെ ഒരു വിളി. എല്ലാരും പോയി വണ്ടി കയറിക്കോ, ബാക്കിയവർക്ക് അതിലാകാം. കേട്ട പാതി കേൾക്കാത്ത പാതി സഞ്ജന കണ്ണും തിരുമ്മിക്കൊണ്ട് കാറിനെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. പിന്നാലെ കാലിനിടയിൽ കൈവച്ചുകൊണ്ട് കെവിനും. പായയിൽ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അനീഷിന്റെ മുഖത്തു നിന്ന് ഒരു ഞരക്കം പുറത്തേക്ക് വന്നു. എന്താടാ, എന്തുപറ്റി? നീര് വീണിരുന്ന പിടലിയിൽ ഇടതു കൈയാൽ ഒരു താങ്ങു കൊടുത്തുകൊണ്ട് അവൻ എഴുന്നേറ്റ് കാറിനരികിലേക്ക് നടക്കാൻ തുടങ്ങി. എടാ, എന്താ? പിടലി ഇടറിയോ? കെവിന് മാത്രമല്ല, എനിക്കും കിട്ടിയെന്നാ തോന്നുന്നേ. ഇവിടെയൊക്കെ കെട്ടാൻ പോകുന്നവന്റെ വിധി എന്തായിരിക്കോ എന്തോ. തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ കാറിനെ സമീപിച്ചു. ഈ പിള്ളേരുടെ ഒരു കാര്യം. പുലമ്പിക്കൊണ്ട് സാന്ദ്ര ഫോണെടുത്ത് അതിലേക്ക് നോക്കി. ഫോൺ ചത്തു. ഫോണിനൊപ്പം ചാർജറും എടുത്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് അവൾ വാതിൽ പൂട്ടി കാറിനരികിലേക്ക് നടന്നു. എന്നാലും എന്റെ സഞ്ജു, ഇത് വല്ലാത്ത ചതിയായിപ്പോയി കേട്ടോ. ഒരുത്തന്റെ മർമ്മം ചവിട്ടിക്കലക്കി മറ്റൊരുത്തന്റെ പിടലിക്കും എപ്പോഴും ഒന്ന് കൊടുത്തു. ഒന്ന് നോക്കാൻ തന്ന എന്റെ ഫോണിന്റെ ചാർജും നീ തീർത്തു. ഭാവിയിൽ പോലീസ് ആകണമെന്ന് പറഞ്ഞ ആളുടെ കയ്യിലിരിപ്പ് ഭയങ്കരം തന്നെ. കെവിന്റെ വീട്ടിലെ സ്വിച്ച് ബോർഡിലേക്ക് ചാർജർ കുത്തിക്കൊണ്ട് സാന്ദ്ര പറഞ്ഞു. മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്ന ജാള്യത മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് പിന്നെ, ഇത്തരം ഫോണൊക്കെ കോളേജിൽ ചിലരുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. കണ്ട അന്നു മുതൽ എനിക്ക് അതൊന്ന് തൊടാൻ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ കോളേജ് മേറ്റ്സ് തരില്ല. എനിക്ക് മാത്രമല്ല, ആർക്കും കൊടുക്കാറില്ല. അപ്പോൾ പിന്നെ ഒരെണ്ണം ഇങ്ങനെ കൈ കിട്ടിയാൽ വിടുവോ? കീപാഡ് ഫോൺ വന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. കാശുള്ളവരുടെ കയ്യിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്ന കാലത്ത് അതെല്ലാവരുടെയും കയ്യിലെത്തും. അതൊക്കെ പോട്ടെ, പാതിരാത്രി വരെ തമ്പികളുടെ പിന്നാലെ നടന്നിട്ട് നമുക്കൊന്നും കിട്ടിയില്ലല്ലോ ചേച്ചി. അതോർക്കുമ്പോഴാ എനിക്ക് സങ്കടം. സാന്ദ്ര അവളുടെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. കഷ്ടപ്പെട്ടാലേ കേസ് തെളിയിക്കാൻ പറ്റൂ. ഓ, നമ്മളിവിടെ കിടന്ന് കഷ്ടപ്പെടും. അത് കണ്ട് രസിക്കാൻ വേണ്ടി കുറ്റവാളികൾ നിയമം പൈസ കൊടുത്ത് വാങ്ങിവെക്കും. ഞാൻ പോലീസായാൽ പിന്നെ ചോദ്യവും പറച്ചിലൊന്നുമില്ല. എല്ലാത്തിനെയും അങ്ങ് തട്ടിക്കളയും. കോടതിയിൽ കൊണ്ടു ചെന്നാലും ഇവർക്കെന്ത് കിട്ടും? കൂടിപ്പോയാൽ ജീവപര്യന്തം. ശിക്ഷയും കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അവർക്ക് നല്ല ജീവിതമായിരിക്കും. പക്ഷേ അപ്പോഴും അവരാൽ ബാധിക്കപ്പെട്ടവർ വർഷങ്ങൾക്കിപ്പുറവും ആ നീറ്റലിലായിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഈ നാട്ടിലെ നിയമം തന്നെയാണ് ഏറ്റവും വലിയ കുറ്റവാളി. ആ ഉറപ്പുള്ളതുകൊണ്ടാണ് ആളുകൾ തെറ്റ് ചെയ്യുന്നത്. ചേച്ചി, ആ തമ്പികളെ നമുക്കങ്ങ്... അവളുടെ വായ പൊത്തിപ്പിടിച്ച് അരുതെന്ന് വിലക്കിക്കൊണ്ട് സാന്ദ്ര പുറത്തെ ഇരുട്ടിനെ ചൂണ്ടിപ്പറഞ്ഞു. ആ ഇരുട്ട് കണ്ടു. സൂര്യൻ ഉദിക്കുന്നത് വരെ അതിനായുസുള്ളൂ. അതുപോലെയാണ് സത്യവും. മൂടിവെക്കാനാകില്ല. എല്ലാ കേസുകളിലും നിയമം നടപ്പിലാകും. പക്ഷേ നീതി, അത് ദൈവത്തിന്റെ കോടതിയിൽ നടപ്പിലാകും. ചിലപ്പോഴൊക്കെ മനുഷ്യരൂപം പൂണ്ട ദൈവങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. ജയിലെന്ന് പറയുന്നത് ഒരാൾക്ക് നന്നാകാൻ അവസരം കൊടുക്കുന്ന സ്ഥലമാണ്. അതിന് സമയവും വേണം.
അതുകൊണ്ടാണ് ജീവപര്യന്തമൊക്കെ വിധിക്കുന്നത്. നേരത്തെ നന്നാകുന്നവരെ നല്ല നടപ്പിന് പുറത്തുവിടാറുണ്ട്. സ്വയം നന്നാകാൻ ഒരാൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്തുപദേശവും കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അത്തരക്കാരെ കാത്ത് മറ്റൊരു വിധി പുറത്തുണ്ടാക്കും. ദുഷ്ടനെ ദൈവം പനം പോലെ വളർത്തുമെന്ന പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ നീ? കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ദൈവത്തിൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നീതി സമയത്ത് കിട്ടേണ്ട ഒന്നാണ്. തണുത്തുപോയാൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല. കയ്യിൽ കാശില്ലാത്തവന് ഇവിടെ നീതിയില്ല. ഒരു കോടതിയിലുമില്ല, അമ്പലത്തിലും പള്ളിയിലുമില്ല. മുഷ്ടി ചുരുട്ടി കസേരയുടെ കയ്യിൽ അമർത്തി അടിച്ചുകൊണ്ട് സഞ്ജന പറഞ്ഞു നിർത്തി. സാന്ദ്ര ഒന്നും മിണ്ടാതെ അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ഉദിച്ചു വരുന്ന സൂര്യനെ തന്നെ നോക്കിയിരുന്നു. തെളിഞ്ഞ പ്രഭാതത്തിന് കീഴെ ആ വാഹനം ആശുപത്രിയെ ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരുന്നു. ആ 4 പേർക്കിടയിലെ കനത്ത മൗനത്തെ കീറിമുറിച്ചുകൊണ്ട് സാന്ദ്രയുടെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. റോഡരികിലേക്ക് ചേർത്ത് കാറ് നിർത്തിയ ശേഷം സാന്ദ്ര ഫോണെടുത്ത് ചെവിയോട് ചേർത്തു. അല്പനേരത്തെ സംസാരത്തിന് ശേഷം ഫോണ് കട്ട് ചെയ്ത് പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് സാന്ദ്ര ആക്സിലറേറ്ററിൽ കാലമർത്തി. വിജനമായ റോഡിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ആ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് സഞ്ജനയും കെവിനും അനീഷും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി. നിമിഷ നേരം കൊണ്ട് ആ വാഹനം ആശുപത്രിയുടെ മുന്നിലെത്തി. നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, എനിക്ക് ഓഫീസിൽ അത്യാവശ്യമായൊരു പണിയുണ്ട്. പിന്നൊരു കാര്യം, ഞാൻ വരാതെ നിങ്ങളാരും തിരിച്ചു പോകരുത്. കാറിൽ നിന്നിറങ്ങിയ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയ ശേഷം സാന്ദ്ര തന്റെ വണ്ടി ആശുപത്രിക്ക് പുറത്തേക്ക് നയിച്ചു. എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്, അതാകും ഇത്ര ധൃതി. വാ, നമുക്ക് അകത്തേക്ക് ചെല്ലാം. കാത്തിരിക്കാതെ വേറെ വഴിയില്ലല്ലോ. സഞ്ജന പുലമ്പിക്കൊണ്ട് ഇരുവരെയും കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആശുപത്രിയുടെ അകത്തേക്ക് നടക്കാൻ ആരംഭിച്ചു. സാന്ദ്രയുടെ കാർ ഗ്രാമത്തിലെ വീതികളെ പിന്നിട്ട് പട്ടണത്തിൽ തിരക്കുകളിലൂടെ ഒഴുകി സർക്കിൾ ഇൻസ്പെക്ടറുടെ ഓഫീസിന് മുന്നിൽ കിതച്ചുകൊണ്ട് നിന്നു. ഗ്രാമത്തിലെ സ്റ്റേഷനിൽ നിന്നും സബ് ഇൻസ്പെക്ടർ മുകുന്ദനും കൂട്ടരും നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു. സാന്ദ്രയെ സ്വാഗതം ചെയ്ത് അവർ അകത്തേക്ക് അനയിച്ചു. അല്ല, ഇതാര്? സാന്ദ്ര സുബ്രഹ്മണ്യല്ലേ? അപ്പോ ഈ കേസ് ഇനി പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. മുകുന്ദന് ആളെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഇതല്ലേ ഡിപ്പാർട്ട്മെന്റിലെ ഫേമസ് ഡിറ്റക്റ്റീവ് ഡോക്ടർ? സർക്കിൾ ഇൻസ്പെക്ടറുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന പരിഹാസം കണക്കിലെടുക്കാതെ സാന്ദ്ര ഒരു കസേര വലിച്ചിട്ട് അയാൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്നെ കളിയാക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ഡിപ്പാർട്ട്മെന്റിന് അത്ര വലിയ മതിപ്പൊന്നും ഇല്ല എന്ന് ഓർക്കണം. സാറ് വിളിച്ച കാര്യം പറ. CI മേശപ്പുറത്തിരുന്ന 2 ഫയലുകളെടുത്ത് മുകുന്ദനും സാന്ദ്രയ്ക്കും നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഒരു മിസ്സിംഗ് കേസാണ്. സമയവും തീയതിയും പ്രായവുമൊക്കെ നിങ്ങളുടെ കേസുമായി യോജിക്കുന്നുണ്ട്. ഒന്ന് അന്വേഷിച്ചു നോക്ക്. CIയുടെ സംസാരത്തിനിടയിൽ ഇരുവരും ഫയല് തുറന്ന് അതിലൂടെ കണ്ണോടിക്കാൻ തുടങ്ങി. പേര് അലംകൃത, ഡോട്ടർ ഓഫ് കാർത്തികേയൻ, വയസ്സ് 26, സ്റ്റാറ്റസ് സിംഗിൾ, അഡ്രസ് അലംകൃത ഭവനം, ഇലവന്തോട് PO, കോട്ടയം. മിസ്സിംഗ് ഫ്രം 25/9/2012. ആ, അത് തന്നെ. ഇവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലി ചെയ്തിരുന്ന കൊച്ചാണ്. ഈ കുട്ടി സാലറിയും വാങ്ങിപ്പോയതാ. പക്ഷേ താമസിച്ചിരുന്ന ഹോസ്റ്റലിലും ചെന്നിട്ടില്ല, തിരിച്ച് കടയിലും ചെന്നിട്ടില്ല. ചിലപ്പോ ഇതായിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്ന ആള്. എന്തായാലും ഇവിടെ ഇരുന്ന് വായിക്കാതെ നിങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ നോക്ക്. യെസ് സർ. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മേലുദ്യോഗസ്ഥനോട് സല്യൂട്ടും നൽകിയ ശേഷം മുകുന്ദൻ പുറത്തേക്ക് നടന്നു. മുകുന്ദനെ അനുഗമിക്കാൻ തുനിഞ്ഞ സാന്ദ്രയെ പിന്നിൽ നിന്ന് വിളിച്ചു നിർത്തിക്കൊണ്ട് CI പറഞ്ഞു. കളിയാക്കിയത് കാര്യമാക്കണ്ട സാന്ദ്ര, ഇത് അന്വേഷിക്കണം. അറിഞ്ഞിടത്തോളം വല്ലാത്തൊരു നാടാണിത്. മുകുന്ദൻ ഇവിടെ വന്നുകൂടിയിട്ട് ഒരുപാട് കാലമായ ആളായതുകൊണ്ട് അവിടെ നിന്നൊരു നല്ലൊരു അന്വേഷണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സഹായത്തിന് ആളെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ സർ. ഞാൻ വന്നപ്പോഴേ ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയിരുന്നു. ഐ വിൽ ഡു മൈ ബെസ്റ്റ് സർ. എൻ്റെ ടൂൾസൊക്കെ ഗ്രാമത്തിലെ വീട്ടിലേക്കൊന്ന് എത്തിച്ചു തന്നാൽ മതി. ഇതിനുവേണ്ടി മെയിൻ ഓഫീസിലേക്ക് പോകേണ്ടി വന്നാൽ 3 ജീവനുകൾ അപകടത്തിലാകും. സോ സാറൊന്ന് മനസ്സ് വെച്ചാൽ. വന്നപ്പോഴേ പുലിവാലും പിടിച്ചു. ആ പുലിയുടെ മേലെ ആടയും കയറ്റിയല്ലേ. ടൂൾസൊക്കെ ഇന്ന് തന്നെ അവിടെ എത്തും. യു മേ പ്രൊസീഡ്. താങ്ക് യു സർ. വിട പറഞ്ഞുകൊണ്ട് അവൾ ഓഫീസിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടിയുടെ അരികിലേക്ക് നീങ്ങി. കാറിനുള്ളിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോഴും എന്തൊക്കെയോ അവളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾ ആ ഫയൽ കയ്യിലെടുത്ത് മന്ത്രിച്ചു.
അലങ്കൃത കാർത്തികേയൻ, നീ തന്നെയാണോ മരിച്ചത്? സാന്ദ്ര തന്റെ കയ്യിലിരുന്ന പെട്ടി തുറന്ന് തലയോടെടുത്ത് മേശപ്പുറത്ത് വെച്ച ശേഷം അതിന്റെ അളവുകളെടുത്ത് തന്റെ പോക്കറ്റ് ഡയറിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. കുട്ടികൾ മൂവരും നിശബ്ദരായിരുന്ന് സാന്ദ്രയുടെ പ്രവൃത്തികൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ പ്രൊജക്ടർ ഒന്ന് ഓൺ ചെയ്ത പിള്ളേരെ. വൈറ്റ് സ്ക്രീൻ സ്റ്റാൻഡിൽ ഉയർത്തി വെച്ചുകൊണ്ട് സാന്ദ്ര കൊടുത്ത നിർദ്ദേശമനുസരിക്കാൻ അവർ മൂവരും പരസ്പരം മത്സരിക്കാൻ തുടങ്ങി. ഈ പിള്ളേരുടെ ഒരു കാര്യം, അങ്ങോട്ട് നീങ്ങിയിരിക്കെ, ബാക്കിയൊക്കെ ഈ ചേച്ചി ചെയ്തോളാം. സാന്ദ്ര പറഞ്ഞത് കേട്ട് മൂവരും പിന്നിലേക്ക് നീങ്ങി നിന്നു. അവൾ ലാപ്ടോപ്പ് തുറന്ന് അലങ്കൃതയുടെ ഒരു ഫോട്ടോ ലോഡ് ചെയ്ത് അതിനെ യഥാർത്ഥ മുഖത്തിന്റെ വലിപ്പത്തിലേക്ക് റീസൈസ് ചെയ്തതിനു ശേഷം തലയോടിയുടെ ചിത്രം തുറന്ന് അതിനെയും ആദ്യ ചിത്രത്തിന്റെ അതേ ആസ്പെക്ട് റേഷ്യോയിലെത്തിച്ചു. കെവിനും മനീഷും കമ്പ്യൂട്ടറിലേക്കും വെള്ള സ്ക്രീനിലേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. സഞ്ജനയാകട്ടെ വെള്ള സ്ക്രീനിൽ തെളിഞ്ഞു നിന്ന ചിത്രങ്ങളിൽ തന്റെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. സാന്ദ്ര ശ്രദ്ധാപൂർവം ഇരു ചിത്രങ്ങളിലേക്കും ഓവർലാപ്പ് ചെയ്ത ശേഷം സസൂക്ഷ്മം നോക്കാൻ തുടങ്ങി. സെയിം. സഞ്ജനയുടെ മന്ത്രിക്കൽ കേട്ട് കെവിനും അനീഷും അവളെ തന്നെ തുറച്ചു നോക്കി. യെസ്, കണ്ണുകളുടെ അളവ്, താടിയലിന്റെ ഷേപ്പ്, ചെവികളുടെ സ്ഥാനം, ഇതിനെല്ലാം പുറമെ മുൻനിരയിലെ പല്ലിന്റെ പൊട്ടൽ. ഇറ്റ് ഈസ് അലങ്കൃത കാർത്തികേയൻ. സാന്ദ്രയുടെ വാക്കുകൾ സഞ്ജനയുടെ മുഖത്തെ ആത്മവിശ്വാസം കൂട്ടി. ഷർട്ടിന്റെ കോളർ അല്പമൊന്ന് ഉയർത്തിക്കൊണ്ട് അവൾ തന്റെ കൂട്ടുകാരെ നോക്കി ചിരിച്ച ശേഷം സാന്ദ്രയെ നോക്കി പറഞ്ഞു, ആ ചേച്ചിയുടെ വീട്ടിൽ അറിയിക്കണ്ടേ? ആ കുത്തിച്ചത്ത കുന്നിന്റെ അപ്പുറത്താ ഈ ചേച്ചിയുടെ വീട്. വേണ്ട, അതൊക്കെ പോലീസിന്റെ പണിയാ. തൽക്കാലം നിങ്ങൾ ആ മൂലയ്ക്ക് ചെന്നിരിക്കെ, ഞാൻ റിപ്പോർട്ട് എഴുതട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അലങ്കൃതയുടെ പിന്നാലെ പോകാം. കുട്ടികൾ മൂവരും സാന്ദ്രയ്ക്ക് ശല്യമാകാതെ ജനാലയിലൂടെ സുന്ദരിപ്പുഴയിലേക്ക് നോക്കി നിന്നു. ഈ ജോലി കളയണോ മോളെ? അതും മറ്റൊരു നാട്ടിൽ പോയി കഷ്ടപ്പെടാൻ? കഷ്ടപ്പാടൊക്കെ എല്ലാ ജോലിയിലും ഉണ്ട് സേവ്യർ സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പോ കോട്ടയത്ത് നിന്ന് എറണാകുളത്തേക്ക് വലിയ ദൂരമൊന്നുമില്ലല്ലോ. സാറാ പൈസ വേഗം താ. ഇത് കഴിഞ്ഞു വേണം ഹോസ്റ്റലിലെ റൂം ഒഴിയാൻ. ഈ തൊല്ലയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. വീട്ടുകാരെയൊക്കെ കണ്ടിട്ട് വേണം ജോലിക്ക് ജോയിൻ ചെയ്യാൻ. എനിക്ക് പോയത് നല്ലൊരു സെയിൽസ് ഗേളിനെയാ. പഠിച്ച പഠിപ്പിനുള്ള ജോലി എല്ലാവർക്കും കിട്ടണമെന്നില്ല. വൈകി കിട്ടിയ ഭാഗ്യല്ലേ. ആ, നീയെങ്കിലും പോയി രക്ഷപ്പെട്. സേവ്യർ നീട്ടിയ പൈസ വാങ്ങി ബാഗിനുള്ളിലേക്ക് തിരികെ ശേഷം എല്ലാവരോടും വിട പറഞ്ഞ് അലങ്കൃത ബാങ്ക് ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. സമയത്തിന് അവളുടെ കാലുകളേക്കാൾ വേഗതയുണ്ടായിരുന്നു. ഉച്ചവെയിലിന്റെ ചൂട് അവളുടെ ശരീരത്തെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. ബാങ്കിനുള്ളിലേക്ക് കയറിയ ആ നിമിഷം തന്റെ ചുറ്റിനും ഒരു കുളിർമഴ പെയ്യുന്നതുപോലെ അവൾക്ക് തോന്നി. വളരെ നേരം കഴിഞ്ഞ് ബാങ്കിനുള്ളിലെ തണുപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ അലങ്കൃത കത്തുന്ന വയറുമായി മുന്നിൽ കണ്ടൊരു ഹോട്ടലിലേക്ക് കയറി. വയറിന്റെ വിളി പൊറോട്ടയും ബീഫും കൊണ്ട് ഒതുക്കിയ ശേഷം തിരികെ ഹോസ്റ്റലിലെത്തി തന്റെ സാധനങ്ങളുമെടുത്ത് അവൾ പുറത്തേക്കിറങ്ങി. ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കി തന്റെ കൂട്ടുകാരുടെ നേർക്ക് കൈവീശി കാണിച്ചുകൊണ്ട് അവൾ പുതിയ ജീവിതത്തിലേക്കുള്ള പ്രയാണം തുടർന്നു. മുണ്ടൂർക്കയം ബസ് സ്റ്റോപ്പിൽ അവൾ ഇറങ്ങിയപ്പോഴേക്കും സമയം വളരെ വൈകിയിരുന്നു. എങ്കിലും ഒറ്റയ്ക്ക് ജീവിച്ചു ശീലിച്ച അവൾക്ക് തെല്ലും ഭയം തോന്നിയില്ല. വിജനമായിരുന്ന റോഡിലൂടെ അവൾ ടോർച്ചും തെളിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അല്പദൂരം പിന്നിട്ടതും ഗ്രാമവതിന്റെ സകല വനിതയോടും കൂടെ അവൾക്ക് മുന്നിൽ തലയുയർത്തി നിന്നു. സുന്ദരിപ്പുഴയുടെ ഓളങ്ങൾക്കനുസരിച്ച് താളം പിടിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരുന്ന അവളെ ഭയപ്പെടുത്താൻ പ്രകൃതി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെ റബ്ബർ മരങ്ങൾക്കിടയിൽ നിന്നൊരു രൂപം അവളുടെ മുന്നിലേക്ക് ചാടി വീണു. അലങ്കൃത ഞെട്ടലോടെ പിന്നിലേക്ക് മലർന്നു വീണു. വീണിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച അവളുടെ കാലുകളിൽ ആ രൂപം ബൂട്ട്സിട്ട കാലുകൾ കൊണ്ട് അമർത്തി ചവിട്ടി. ഉറക്കെ കരയാൻ ശ്രമിച്ചെങ്കിലും പിന്നിൽ നിന്ന് മറ്റൊരു രൂപം അവളുടെ വായിലേക്ക് പഴന്തുണി തിരികെ കയറ്റിയ ശേഷം തലയിൽ എന്തോ കൊണ്ട് ശക്തിയായി അടിച്ചു. ബോധം മറഞ്ഞ അവളെ ചാക്കിനുള്ളിലേക്ക് കയറ്റുന്നതിനിടയിൽ അതിലൊരു രൂപം മന്ത്രിച്ചു. എന്നാലും ബാല, ഇവളെ ഇങ്ങനെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഈ ഫോണൊക്കെ കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം. ആ ചെയിൻസോയുടെ ഡീസൽ തീരാറായെന്ന് പണിക്കാർ പറഞ്ഞത് നന്നായി. ഇത് വാങ്ങാൻ പോയില്ലായിരുന്നുവെങ്കിൽ ഇവളെ കാണില്ലായിരുന്നല്ലോ. കയ്യിലിരുന്ന ഡീസൽ ക്യാൻ ഉയർത്തി കാണിച്ചുകൊണ്ട് ബാലചന്ദ്രൻ തമ്പി പറഞ്ഞു, ഞാനിവളെ എടുത്തോളാം. നീ ആ ബാഗ് കയ്യിലെടുത്തോ ബാല. ബാലചന്ദ്രൻ കുനിഞ്ഞ് ബാഗ് കയ്യിലെടുത്തുകൊണ്ട് സഹോദരനോടൊപ്പം റബ്ബർ മരങ്ങൾക്കിടയിലേക്ക് കയറി.
ഇരുളിന്റെ മറപറ്റി ആ സഹോദരങ്ങൾ അലങ്കൃതയുടെ ശരീരവുമായി മരങ്ങൾക്കിടയിലൂടെ വീടിനെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരുന്നു. മരങ്ങൾക്കിടയിലൂടെയുള്ള ആ യാത്ര അവസാനിച്ചത് അവരുടെ വീടിന്റെ മുന്നിലായിരുന്നു. ഇരുവരും ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്തെ മുറിയിലേക്ക് പാഞ്ഞു. ചാക്കിൽ പൊതിഞ്ഞ അലങ്കൃതയുടെ ശരീരം നിലത്തേക്കിട്ടുകൊണ്ട് സുരേന്ദ്രൻ തമ്പി അനിയനെ നോക്കി. പറ്റില്ല, ഇത്തവണ ഞാൻ ആദ്യം. ഇല്ല മോനെ, എത്ര തവണ എന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ ചരക്കാണിതെന്നറിയോ? മൂത്തവരാദ്യം. ഇല്ലില്ല, നടക്കത്തില്ല. ഞാൻ വിളിച്ചു പറഞ്ഞില്ലായിരുന്നെങ്കിലോ? അതുകൊണ്ട് ഞാനാദ്യം. ഇരുവരുടെയും തർക്കം മുറുകുന്നതിനിടയിൽ വാതിൽ മലർക്കെ തുറന്ന് ശേഖരൻ തമ്പി അവരുടെ മുന്നിലേക്ക് കടന്നു വന്നു. നായിന്റെ മക്കളെ, പങ്കിടാനും പഠിച്ചില്ലേ? എന്നിട്ട് ബാക്കിയുള്ളവർക്ക് സ്വസ്ഥതയും തരില്ല. ഒരു കാര്യം ചെയ്യ്, അവളെ ആദ്യം എണീപ്പിക്ക്, എന്നിട്ട് ഒന്നിച്ചങ്ങ് അയക്കോ. തമ്പിയുടെ വാക്കുകൾ കേട്ട് ഇരുവരും തലകുലുക്കി സമ്മതം അറിയിച്ച ശേഷം ചാക്കിന്റെ കെട്ടഴിച്ച് കൂജയിലെ വെള്ളം അലങ്കൃതയുടെ മുഖത്തേക്ക് കമിഴ്ത്തി. ഞെരക്കത്തോടെ കണ്ണു തുറന്ന് ചുറ്റിനും നോക്കിയെങ്കിലും കൂജയിൽ നിന്ന് വീണുകൊണ്ടിരുന്ന വെള്ളം അവളുടെ കാഴ്ചയെ മറച്ചു. ശേഖരൻ തമ്പി മക്കൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് സുമംഗലയുടെ അടുത്തേക്ക് പോയിരുന്നു. അർദ്ധബോധാവസ്ഥയിൽ നിലത്ത് കിടന്ന ആ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് നരാധമന്മാരായ ആ സഹോദരങ്ങൾ ആർത്തിയോടെ പടർന്നു കയറിക്കൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു, അവൾ ചത്തു. അല്പനേരം കഴിഞ്ഞ് ഡീസൽ നിറച്ച ചെയിൻസോയുമായി ബാലചന്ദ്രൻ മുറിയിലേക്ക് തിരികെ വന്നതും തറയിലേക്ക് ഒരു ടർപ്പ വിരിച്ച് സുരേന്ദ്രൻ ആ ശരീരം അതിലേക്ക് കയറ്റിക്കിടത്തി. ബാലചന്ദ്രനും സുരേന്ദ്രനും തങ്ങളുടെ പണി തീർത്ത് ശവശരീരത്തിന്റെ ഭാഗങ്ങൾ ചാക്കിലാക്കി. കൊച്ചു സുന്ദരിപ്പുഴയുടെ തീരത്തിലൂടെ അല്പദൂരം ഭാരം താങ്ങി നടന്ന ശേഷം ചാക്ക് കെട്ട് നിലത്തേക്ക് വെച്ചു. ഇവിടുന്ന് സീതാകലുങ്കിലേക്ക് അധിക ദൂരമില്ല. നല്ല ഒഴുക്കുള്ളതുകൊണ്ട് പെട്ടെന്ന് പൊക്കോടും. അല്ലേലും നമ്മുടെ പറമ്പിൽ കൂടി ഒഴുകുന്ന തോട്ടിൽ ആരു വന്ന് നോക്കാനാ? അതുമല്ല, ഇനി അങ്ങോട്ട് പോയാൽ താത്ത നമ്മളെ എന്തേലും ചെയ്യും. അറിയാലോ ബാല, പഴയ കഥകൾ. പരസ്പരം ഒരു ധാരണയിലെത്തിയ ആ സഹോദരങ്ങൾ ശവശരീരത്തിന്റെ ഭാഗങ്ങൾ കൊച്ചുസുന്ദരി പുഴയിലേക്ക് നിക്ഷേപിച്ച ശേഷം തിരികെ വീട്ടിലേക്ക് നടന്നു. പടികടന്നകത്തേക്ക് വന്ന ബാലനോടും സുരേന്ദ്രനോടും ശേഖരൻ തമ്പി പറഞ്ഞു, ആ, നിങ്ങളെത്തിയോ? മുറിക്കാനെടുത്ത ആ ഉപകരണം അതിന് തിരിച്ചു കൊടുക്കണ്ട. അത് കഴുകി വൃത്തിയാക്കി തട്ടിമ്പുറത്തേക്ക് കയറ്റിക്കോ. പിന്നെ ആ പെണ്ണിന്റെ എല്ലാ സാധനങ്ങളും ഇപ്പൊ തന്നെ കത്തിച്ചു കളഞ്ഞേക്ക്. എന്നാ മക്കള് ചെല്ല്. അലങ്കൃത ചേച്ചി മരിച്ചു. കൊന്നതാരാണെന്നും എങ്ങനെയാണെന്നും നമുക്കറിയാം. പക്ഷേ എങ്ങനെ തെളിയിക്കും? കെവിന്റെ ചോദ്യം കേട്ട് റിപ്പോർട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന സാന്ദ്ര അത് നിർത്തിവെച്ച് അവനെ നോക്കി. ഒരു വഴിയുണ്ട്, ബട്ട് സൂയിസൈഡൽ മിഷനാണ്. പുഴയിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് സഞ്ജന പറഞ്ഞ വാക്കുകൾ മറ്റു 3 പേരിലും ആകാംക്ഷയുളവാക്കി. എന്താ പറ, സസ്പെൻസ് ഇട്ട് കൊല്ലല്ലേ. ചെറുപുഞ്ചിരിയോടെ സാജന സാന്ദ്രയുടെ നേർക്ക് വിരൽ ചൂണ്ടി. അല്ലേ, അത് വേണ്ട. അറിഞ്ഞുകൊണ്ട് സിംഹത്തിന്റെ മടയിലേക്ക് കയറിച്ചെന്നാ നമുക്ക് തന്നെ പണി കിട്ടും. വേറെ വല്ല വഴിയും ആലോചിക്കാം. സഞ്ജനയുടെ പുലമ്പലുകൾ കേട്ട് കെവിൻ തറയിലൊന്ന് അമർത്തി ചവിട്ടിയ ശേഷം പറഞ്ഞു, അത്രയ്ക്ക് ഡേഞ്ചർ ആണെങ്കിൽ ചെയ്യുന്നില്ല. പക്ഷേ ഐഡിയ എന്താണെങ്കിലും ഒന്ന് പറയാവോ? ആ കുടുംബത്തിലെ ആണുങ്ങൾക്ക് പെണ്ണെന്ന് കേട്ടാലേ ഇളക്കം തുടങ്ങും. അത് മുതലാക്കി ചേച്ചി ഒരു രാത്രി അവിടെ തങ്ങിയിട്ട് എന്തേലും തെളിവൊപ്പിക്ക്. പോടിപ്പുല്ലേ. അനീഷിന്റെ ആട്ടൽ സഞ്ജനയുടെ സംഭാഷണത്തിന് പൂർണ്ണ വിരാമമിട്ടു. ഐഡിയ കൊള്ളാം, പക്ഷേ അവിടെ ചെന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ? അങ്ങനെ ഒരു തെളിവിട്ട് തരാനും മാത്രം മണ്ടനൊന്നുമല്ല ശേഖരൻ തമ്പി. പണം, അധികാരം, ബുദ്ധി, അതൊക്കെയാണ് അയാളെ ഇത്രയും വളർത്തിയത്. ബാക്കപ്പ് ഇല്ലാണ്ട് റിസ്ക് എടുത്താൽ എടുക്കുന്നയാൾ സുന്ദരിപ്പുഴയിൽ ഒഴുകത്തേയുള്ളൂ. നമുക്ക് തൽക്കാലം കാത്തിരിക്കാം, പോലീസിന്റെ അന്വേഷണം തീരട്ടെ. പറഞ്ഞവസാനിപ്പിച്ചുകൊണ്ട് സാന്ദ്ര തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സഞ്ജനയുടെ അരികിലെത്തി അവളുടെ തലയിൽ പിടിച്ച് ശക്തിയായി കുലുക്കി. കുലുക്കല്ലേ ചേച്ചി, ഇവിടമാകെ ചെളിയാകും. കെവിനും അനീഷും ഒരേ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. മുന്നോട്ടാഞ്ഞുകൊണ്ട് എന്തോ പറയാൻ തുനിഞ്ഞ സഞ്ജനയുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് സാന്ദ്രയും ആ ചിരിയിൽ പങ്കുചേർന്നു. അല്പനേരം കുതറലിന്റെ ഫലമായി സാന്ദ്രയുടെ കൈകളിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ സഞ്ജന വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞതും ആരോ പിടിച്ചു നിർത്തിയതുപോലെ അവൾ പടിക്കൽ നിന്നു. അലങ്കൃത ചേച്ചി ടൗണിലായിരുന്നു താമസം. വല്ലപ്പോഴുമേ ഇങ്ങോട്ട് വരത്തുള്ളായിരുന്നു. കാണാതായി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും
ഹോസ്റ്റലിൽ നിന്നോ പണിസ്ഥലത്ത് നിന്നോ ആരും അന്വേഷിച്ചു വരാഞ്ഞതെന്താ? സഞ്ജനയുടെ ചോദ്യം കേട്ട് മൂവരും ചിരി നിർത്തി. ഇതൊരു പോയിന്റ് ആണല്ലോ ചേച്ചി. അനീഷിന്റെ ചോദ്യം സാന്ദ്രയിൽ വീണ്ടും ചിരിയുണർത്തിച്ചു. ഡെഡ് എൻഡ് ആണ് മക്കളെ. അവൾ ജോലി രാജിവെച്ചിട്ടാ അവിടെ നിന്നും ഇറങ്ങിയത്. സോ ഹോസ്റ്റലിൽ നിന്നും വെക്കേറ്റ് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന വഴിക്കാവണം അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുക. കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പിനും താത്തക്കടവിനും ഇടയിലുള്ള 3 കിലോമീറ്റർ റോഡിൽ. എന്നാ അത് വിട്. റേപ്പൊക്കെ ആകുമ്പോൾ ഇരയുടെ നഖത്തിനിടയിൽ പ്രതിയുടെ സ്കിന്നൊക്കെ കാണുമല്ലോ. അത് വെച്ച് തമ്പികളെ പൂട്ടാലോ. വിട്ടുകൊടുക്കാൻ താല്പര്യമില്ലാതെ സഞ്ജന അടുത്ത ചോദ്യം എറിഞ്ഞു. എഗെയിൻ ബാഡ്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഏതോ സിനിമകളിൽ നിന്നും ക്രൈം നോവലുകളിൽ നിന്നും കിട്ടിയ ധാരണകൾ മുൻനിർത്തി മാത്രമാണ്. ഇനി ഉത്തരം. ഇത്രയും ദിവസം വെള്ളത്തിൽ കിടന്ന പ്രേതമാണത്. അതുമല്ല, ഒപ്പം കോഴിവേസ്റ്റും മറ്റു മാലിന്യങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി സാധാരണയിലും വേഗത്തിലാണ് ബോഡിയെ ഡീകമ്പോസ് ചെയ്യിപ്പിച്ചത്. പിന്നെ മീനുകൾ കൊത്തിപ്പറിച്ചതും പുഴയിലെ ഓളങ്ങളും കൊണ്ടുപോയതും വേറെ. സഞ്ജന പറഞ്ഞൊരു കാര്യം ശരിയാണ്. നഖത്തിനിടയിൽ നിന്ന് അങ്ങനെ പാർട്ടിക്കിൾസ് കിട്ടിയിട്ട് കേസ് തെളിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ഒരു DNA ടെസ്റ്റ് ചെയ്യാൻ അവിടെയെല്ലാം പ്രതിയെന്ന് ആരോപിക്കപ്പെട്ടയാൾ അല്ലെങ്കിൽ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് സാഹചര്യങ്ങളുമായും മരിച്ച വ്യക്തിയുമായും നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടായിരുന്നതിന്റെ തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ടായിരുന്നു. ഈ നാട്ടിൽ നടന്ന കുറ്റത്തിന് മാത്രം പ്രതികളെന്ന് പറയപ്പെടുന്നവരുമായി ബന്ധിപ്പിക്കാൻ ഒന്നുമില്ല, കരക്കമ്പിയും ചരിത്രവുമല്ലാതെ. കുട്ടികളോടൊപ്പം പുറത്തേക്കിറങ്ങിക്കൊണ്ട് സാന്ദ്ര തുടർന്നു. നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഓ ഗോഡ്, നമ്മൾ ലഞ്ച് കഴിക്കാൻ മറന്നല്ലോടെ. ഇവിടെ അടുത്ത് നല്ല ഷാപ്പ് ഏതാ ഉള്ളത്? ചേച്ചി, ഷാപ്പോ? പെണ്ണുങ്ങളൊക്കെ ഷാപ്പിൽ പോകുമോ? അനീഷേ, നീ മിണ്ടാതിരിക്കെ. ഷാപ്പ് എന്താ ആണുങ്ങൾക്ക് മാത്രം കയറാനുള്ള സ്ഥലമാണോ? ചേച്ചി വണ്ടിയെടുക്ക്, ഞാൻ വഴി പറയാം. കെവിൻ ഉത്സാഹത്തോടെ വണ്ടിയുടെ അരികിലേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു. സഞ്ജനയുടെ വീടിന്റെ അവിടുന്ന് കുറച്ച് താഴോട്ട് പോയാൽ ഇടുക്കനൊരു ഷാപ്പുണ്ട്. നല്ല ഫുഡാണ്. അപ്പനിടയ്ക്ക് വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു. എല്ലാരും കയറിയെങ്കിൽ വണ്ടി പോട്ടെ. ആ പോട്ടെ പോട്ടെ. മുരണ്ടുകൊണ്ട് ആ വാഹനം റോഡിലൂടെ കുതിച്ചു പായാൻ തുടങ്ങി. അനീഷ് ചുണ്ടുകടിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഒരു ശില കണക്കെ കെവിനോടൊപ്പം പിൻസീറ്റിലിരുന്നു. ചേച്ചി എന്താ എപ്പോഴും കറുപ്പ് മാത്രം ഇടുന്നത്? ഡാഷ്ബോർഡിൽ താളം പിടിച്ചുകൊണ്ടിരുന്ന സഞ്ജന അത് തുടർന്നുകൊണ്ടൊരു ചോദ്യം സാന്ദ്രയുടെ നേർക്കെറിഞ്ഞു. ആ ചോദ്യം കേട്ടതും സാന്ദ്രയുടെ ചുണ്ടിൽ അത്രയും നേരം തത്തിക്കളിച്ചുകൊണ്ടിരുന്ന മൂളിപ്പാട്ട് പെട്ടെന്ന് നിലച്ചു. അവൾ സഞ്ജനയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു ഫലം. വിവരണമായ മുഖത്തോടെ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ആക്സിലറേറ്ററിൽ കാലമർത്തി. പ്രധാന പാത വിട്ട് ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെയുള്ള ചെമ്മൺ റോഡിലൂടെ കുലുങ്ങി കുലുങ്ങി നീങ്ങിയ ആ വാഹനം ഒരു പഴയ കുടിലിന് മുന്നിൽ തന്റെ യാത്ര അവസാനിപ്പിച്ചു. ചേച്ചി, ഇവിടെ ഇരുന്നോ. ഷാപ്പിലേക്ക് പെണ്ണുങ്ങളൊക്കെ കയറിയാൽ ആളുകൾ വല്ലതൊക്കെ പറയും. ചേച്ചിക്കത് പ്രശ്നമല്ലായിരിക്കും, പക്ഷേ ഇതൊരു ഗ്രാമമല്ലേ. സാന്ദ്ര നൽകിയ പൈസ എണ്ണുന്നതിനിടയിൽ കെവിൻ പറഞ്ഞു. ഓ ശരിയടേ. അലസമായി മറുപടി നൽകിക്കൊണ്ട് സാന്ദ്ര തന്റെ ഫോണിലെ ചിത്രങ്ങളിലേക്ക് ഊളിയിട്ടു. ഡാ, കപ്പയും പോർക്കും മറക്കല്ലേ. മറക്കും ഓടി. സഞ്ജനയുടെ ഓർമ്മപ്പെടുത്തൽ ഇഷ്ടപ്പെടാത്തതുപോലെ പറഞ്ഞുകൊണ്ട് അനീഷ് കെവിനെ പിടിച്ച് വലിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പല്ല് കടിച്ചുകൊണ്ട് സഞ്ജന ഇരുവരുടെയും നടത്തം നോക്കിയിരുന്നു. എന്താണ് സഞ്ജു, ആ പല്ല് കടിച്ചു പൊട്ടിക്കല്ലേ. ഒന്ന് പോ ചേച്ചി. പെണ്ണുങ്ങളും ഷാപ്പിൽ പോകുന്ന കാലം വരും. അപ്പോ തീരും ഇവരുടെ ജാട. അതൊക്കെ പോട്ടെ, ഞാൻ ചോദിച്ചതിന് ചേച്ചി ഉത്തരം പറഞ്ഞില്ലല്ലോ. വൈദിസ് കറുപ്പ്. സഞ്ജനയുടെ ചോദ്യം അവർക്കിടയിൽ വീണ്ടും മൗനത്തിന്റെ തിരശ്ശീലയിട്ടു. എന്താണ് മാഡം, ഞങ്ങളുടെ ഗ്രാമത്തിലെ പിള്ളേരുടെ കൂടെ? അപ്രതീക്ഷിതമായി ഉയർന്ന ആ ചോദ്യം സഞ്ജനയിലും സാന്ദ്രയിലും ഞെട്ടലുളവാക്കി. വണ്ടിയുടെ അരികിൽ ഒരു സൈക്കിളുമായി നിന്നിരുന്ന സുരേന്ദ്രൻ തമ്പിയെ ഇരുവരും അത്ഭുതത്തോടെ നോക്കി. ഇങ്ങനെ പിള്ളേരുടെ കൂടെ നടന്നാ മതിയോ? ഞങ്ങളുടെ വീട്ടിലേക്കും വായോ, നല്ല വിരുന്നു തരാം. ഷാപ്പിൽ കിട്ടുന്നതിനേക്കാൾ നല്ല കറികളും വേണമെങ്കിൽ നല്ല മദ്യവും. സാന്ദ്രമല്ലേ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ശേഷം സുരേന്ദ്രനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. വിരുന്നു വിളിക്കാനാണോ സുരേന്ദ്ര ഇത്രയും ദൂരം പിന്നാലെ വന്നത്? ഏയ്, മാഡത്തിന് തെറ്റുപറ്റിയതാ. ഞാനൊരിടത്തേക്ക് പോകുന്ന വഴിയാ. നിങ്ങളുടെ വണ്ടി കണ്ടപ്പോ സൈക്കിൾ നിർത്തിയെന്നേ ഉള്ളൂ.
എന്നാ സുരേന്ദ്രൻ ചെല്ല്. നമുക്കധികം വൈകാതെ തന്നെ കൂടാം. കൂടേണ്ടി വരും. അവളുടെ മറുപടിയിലെ ദ്വയാർത്ഥം മനസ്സിൽ കൊണ്ട സുരേന്ദ്രൻ ചെറുചിരിയോടെ സൈക്കിൾ ചവിട്ടി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഷാപ്പിന്റെ നേർക്ക് നീങ്ങുന്ന ആ സൈക്കിളിനെ മിടിക്കുന്ന ഹൃദയത്തോടെ സഞ്ജന നോക്കിക്കൊണ്ടിരുന്നു. പേടിക്കണ്ട മോളെ, അവനൊന്നും ചെയ്യില്ല. ഈ കേസ് തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന വാളാണെന്ന് എനിക്കും അറിയാം, അവനും അറിയാം. കാറിലേക്ക് കയറിക്കൊണ്ട് അവൾ തുടർന്നു. നിന്റെ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ഇന്നത്തെ ഭക്ഷണത്തിന് ശേഷം ഞാൻ പറയാം ഈ കറുപ്പിന്റെ പിന്നിലെ രഹസ്യം, അതിന് പിന്നിലെ വൈകാരികത. സഞ്ജന അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ കൂട്ടുകാർ പോയ ദിശയിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നു. അവളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അല്പം അകലെയായി സ്ഥിതി ചെയ്തിരുന്ന ഷാപ്പിൽ നിന്നും ഇരു കൈകളിലും പൊതികളുമായി കെവിനും അനീഷും പുറത്തേക്കിറങ്ങി. ഇരുവരും മന്ദം മന്ദം നടന്ന് കാറിനെ സമീപിച്ചതും സഞ്ജന തല പുറത്തേക്കിട്ട് അവരെ നോക്കി ചോദിച്ചു, ആ തമ്പിയെ കണ്ടായിരുന്നു? ഏത് തമ്പി? ഞങ്ങളാരെയും കണ്ടില്ല. എടാ അനീഷേ, നീ ശരിക്കും നോക്കിയായിരുന്നോ? ആ സുരേന്ദ്രൻ തമ്പി ഈ വഴി ഇപ്പോൾ പോയതേയുള്ളൂ. ഇരുവരും വണ്ടിയിലേക്ക് കയറിയിരുന്നു കൊണ്ട് ഇല്ല എന്നർത്ഥത്തിൽ തലയാട്ടി. സാന്ദ്ര വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തന്റെ പുതിയ കൂട്ടുകാരോടൊപ്പം തിരികെ യാത്ര തുടങ്ങി. അയാൾ നമ്മളെ ഫോളോ ചെയ്ത് വന്നതാണെന്ന് എനിക്ക് ഉറപ്പാ. അല്ലെങ്കിൽ എന്തിന് അയാൾ ബൈക്ക് മാറ്റി സൈക്കിളിൽ പോണം? സംശയം വിട്ടുമാറാത്ത ആ കോളേജ് കുമാരി ചോദ്യങ്ങൾ എറിഞ്ഞുകൊണ്ടിരുന്നു. എന്തായാലും ചേച്ചി കേസ് തെളിയിക്കുന്നത് വരെയല്ലേ അയാളുടെ നെഗളിപ്പുള്ളൂ. നീയൊന്നടങ്ങ് സഞ്ജു. കെവിന്റെ വാക്കുകൾ സഞ്ജനയിൽ അല്പം ആശ്വാസമുണർത്തിയെങ്കിലും അടുത്തതെന്തെന്ന ചിന്തയിൽ അവൾ നഖം കടിച്ചുകൊണ്ട് സാന്ദ്രയെ നോക്കി. ഫോളോ ചെയ്തതാണെങ്കിൽ ചെയ്യട്ടേന്നേ, നമുക്കൊരു ബ്രേക്ക് കിട്ടുമെടാ. റോഡിലേക്ക് നോക്കിക്കൊണ്ട് സാന്ദ്ര നൽകിയ മറുപടി പക്ഷേ അവളുടെ കൗതുകത്തെ അടക്കാൻ മാത്രം പ്രാപ്തിയില്ലെന്ന് സഞ്ജനയുടെ മുഖഭാവം വിളിച്ചോതി. നാലുപേർക്കുമിടയിൽ ഒഴിവാക്കാനാകാത്തൊരു മൗനത്തിന്റെ മൂടുപടം ഉയർന്നു നിന്നു. പോർക്കും കപ്പയും വയറുനിറയെ കഴിച്ച് ഉറങ്ങുന്ന കുട്ടികളെ നോക്കി നെടുവേർപ്പിട്ടുകൊണ്ട് സാന്ദ്ര മെല്ലെ പുറത്തേക്കിറങ്ങി. വാതിൽ പൂട്ടി താക്കോൽ പോക്കറ്റിലിട്ട ശേഷം അവൾ മെല്ലെ പടവുകൾ ഇറങ്ങി പുഴയുടെ തീരത്തേക്ക് ചെന്നു. അവസാനത്തെ കൽപ്പടവിൽ കൂറ്റൻ ഇലഞ്ഞിമരത്തിന്റെ ചുവട്ടിലിരുന്ന് പുഴയിലെ ഓളങ്ങളിൽ ചാഞ്ചാടിക്കൊണ്ടിരുന്ന നിലാവിനെ നോക്കിയ അവളുടെ കവിളുകളിലൂടെ കണ്ണീരൊഴുകി സുന്ദരിപ്പുഴയിൽ ലയിക്കാൻ തുടങ്ങി. സഞ്ജനയുടെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം നൽകണമെന്ന് എനിക്കറിയില്ല സുന്ദരി. പക്ഷേ എന്നെ സങ്കടപ്പെടുത്തുന്നത് മറ്റൊന്നാണ്. ഈ കേസ് ഇത് അന്വേഷിക്കാനല്ലേ താത്ത എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഇപ്പോൾ മുന്നോട്ടു പോകാനൊരു വഴിയില്ലാതെ ഞാൻ ശ്വാസം മുട്ടുകയാണ്. ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടേണ്ടിയിരുന്നില്ലെന്ന് ഞാനിപ്പോൾ ആശിച്ചു പോകുന്നു. പ്രതികൾ എന്റെ മുന്നിലും പിന്നിലും ഇടവും വലവും നിന്നൊരു ചക്രവ്യൂഹം തീർത്തിരിക്കുന്നു. മിക്കവാറും ഞാൻ അഭിമന്യുവിന്റെ വിധിയിൽ എത്തിച്ചേരുമെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. പക്ഷേ ആ പിള്ളേർക്ക് എന്നെ വലിയ വിശ്വാസമാണ്. തന്റെ പാദങ്ങളെ തഴുകിക്കൊണ്ടിരുന്ന സുന്ദരിപ്പുഴയെ നോക്കി അവൾ പുലമ്പിക്കൊണ്ടിരുന്നതും നദിയുടെ ഒത്ത നടുക്കായി ഒരു ദീപം തെളിഞ്ഞത് അവളുടെ കണ്ണിൽപ്പെട്ടു. പുഴയിലെ കനത്ത തണുപ്പ് കാലുകൾ വഴി അരിച്ചു കയറി തന്റെ ഹൃദയത്തെ മരവിപ്പിക്കുന്നതായി അവൾക്ക് തോന്നി. പുഴയിൽ തെളിഞ്ഞ ദീപം മെല്ലെ അവളുടെ നേർക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. പടവിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം പരാജയപ്പെട്ട് ഒരു ശില കണക്കെ അവളവിടെയിരുന്നു. പ്രയാസപ്പെട്ട് ശ്വാസമെടുത്തുകൊണ്ട് അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം അവളുടെ തൊണ്ടയിൽ ഉടക്കി നിന്നു. ആ തണുപ്പിലും അവളാകെ വിയർത്തു കുളിക്കാൻ തുടങ്ങി. മഞ്ഞിന്റെ നേർത്ത പാട തുടച്ചു നീക്കിക്കൊണ്ട് കയ്യിലൊരു റാന്തൽ വിളക്കുമായി തട്ടമിട്ടൊരു യുവതി അവളുടെ അരികിൽ പടവിലേക്ക് കയറിയിരുന്നു. ഇരുവർക്കുമിടയിൽ പ്രകാശം പരത്തിക്കൊണ്ട് ആ റാന്തൽ വിളക്ക് ആ പടവിൽ വിശ്രമിച്ചു. സാന്ദ്ര ഭയത്തോടെ ഇമ വെട്ടാതെ തന്റെ അരികിലിരുന്ന യുവതിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മന്ത്രിച്ചു, താത്ത. അവളുടെ മുഖത്തെ ഭയം കണ്ടതും ചെറുപുഞ്ചിരിയോടെ ആയിഷ തന്റെ ഇടതുകരം അവളുടെ തലയിൽ വെച്ച് മെല്ലെ തലോടി. വിയർത്തു കുളിച്ചിരുന്ന തന്റെ ശരീരം പതിയെ തണുക്കുന്നതായി അവൾക്ക് തോന്നി. അവർക്കിടയിലിരുന്ന റാന്തൽ വിളക്കെടുത്ത് പുഴയിലെ ഓളങ്ങൾക്ക് മുകളിലേക്ക് വെച്ച ശേഷം ആയിഷ മെല്ലെ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ആയിഷയുടെ തണുത്ത കരങ്ങൾ സാന്ദ്രയുടെ ശരീരത്തെ മുറുകെ പിടിച്ച് തന്റെ മാറിലേക്ക് ചേർത്തു. ഭയം കൊണ്ട് വിറങ്ങലിച്ച അവളുടെ ശരീരം താത്തയുടെ കരങ്ങളിൽ കിടന്ന് തേങ്ങിക്കരയുമ്പോഴും മറ്റൊരു പ്രഭാതം കാണുമോ എന്ന ആശങ്ക അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. ഡാ മോനെ, പൈക്കളെ നല്ലോണം നോക്കണേ. ചെവിയിൽ മുഴങ്ങിയ അച്ഛന്റെ ശബ്ദം കെവിനെ ഉണർത്തി. കണ്ണുതിരുമി എഴുന്നേറ്റിരുന്നു കൊണ്ട് അവൻ ചുറ്റിനും നോക്കി. മുറിയിൽ സാന്ദ്രയുടെ അഭാവം ഉണർത്തിയ ആശങ്കകളോടെ അവൻ അനീഷിനെയും സഞ്ജനയെയും ഉണർത്തി. സഞ്ജനയുടെ കാലുകൾക്ക് പിടികൊടുക്കാതെ
ബുദ്ധിപൂർവം ഒഴിഞ്ഞുമാറി എണീറ്റിരുന്ന അനീഷും സാന്ദ്രയെ കാണാതെ പരിഭ്രമിച്ചു. വാ നോക്കാം. മൂവരും എഴുന്നേറ്റ് വാതിലിനരികിലേക്ക് നീങ്ങിയെങ്കിലും പുറത്തുനിന്ന് പൂട്ടിയിരുന്ന വാതിൽ അവരുടെ ഉള്ളിലെ ഭയം വളർത്താനേ ഉപകരിച്ചുള്ളൂ. ഇനിയാ തമ്പികളെങ്ങാനും? പേടിക്കാതടേ, ചേച്ചി ചിലപ്പോൾ രാത്രി കാറിൽ കയറി കിടന്നുറങ്ങിയതായിരിക്കും. എടി സഞ്ജു, നീ ആ ജനാല വഴിയൊന്നും നോക്കി വിളിച്ചേ. സഞ്ജന പെട്ടെന്ന് ജനാലയ്ക്കരികിലേക്ക് ചെന്ന് അതിന്റെ വാതിലുകൾ മലർക്കി തുറന്നിട്ട് പുറത്തേക്ക് നോക്കി. വിളിക്കാനാഞ്ഞെങ്കിലും അവൾ തന്റെ കൂട്ടുകാരുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, നിന്റെ വാക്കുകേട്ട ഞാനാ മണ്ടി. ആ കാറിന്റെ ചില്ല് ഉയർത്തി വെച്ചേക്കുമായിരിക്കും. സോ ചേച്ചി കേൾക്കില്ല. ആ കഥക് ചവിട്ടി പൊളിക്കുന്നതായിരിക്കും നല്ലത്. എടി, ഇത് പൊളിക്കാനോ? അതും ഞങ്ങൾ രണ്ടാളും കൂടെ? ഇത് നിന്റെ ഡിറ്റക്റ്റീവ് നോവലോ സിനിമയോ ഒന്നുമല്ല. ഒന്ന് മാറട ഈനാമ്പേച്ചി. അനീഷിനെ തള്ളി മാറ്റിക്കൊണ്ട് സഞ്ജന കാലുകൾ ഉയർത്തി കഥകിൽ ആഞ്ഞു ചവിട്ടാൻ തുടങ്ങി. അത് അങ്ങനെയൊന്നും പൊളിയില്ല മുത്തേ. കെവിന്റെ വാക്കുകൾ അവളുടെ ശൗര്യത്തെ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. ഇരുവരെയും ഒന്ന് മാറി മാറി നോക്കിയിട്ട് അവൾ പിന്നിലേക്ക് നീങ്ങി. തറയിലൂന്നി ഒരു പോത്തിനെ കണക്ക് മുരണ്ടുകൊണ്ട് അവൾ വാതിലിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു കുതിപ്പിന് തയ്യാറായി നിന്നു. അനീഷും കെവിനും അവളുടെ പ്രവൃത്തികൾ കൗതുകത്തോടെ നോക്കി നിന്നു. പെട്ടെന്ന് വാതിലിന്റെ പാളികൾ മലർക്കെ തുറന്ന് നനഞ്ഞൊലിക്കുന്ന വസ്ത്രങ്ങളുമായി സാന്ദ്ര അകത്തേക്ക് പ്രവേശിച്ചു. കൂട്ടിയിടിക്കുന്ന പല്ലുകളെ നിയന്ത്രിക്കാനാവാതെ വിറച്ചുകൊണ്ടിരുന്ന സാന്ദ്രയെ നോക്കി മൂവരും വാപൊളിച്ചു നിന്നു. അവൾ ശ്രമപ്പെട്ട് കൈകൾ ബാഗിനു നേർക്ക് ചൂണ്ടിയ ശേഷം തിരിഞ്ഞ് കാറിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. സാന്ദ്ര ചൂണ്ടിക്കാട്ടിയ ബാഗുമെടുത്ത് സഞ്ജന അവൾക്ക് പിന്നാലെ ഓടാൻ തുടങ്ങി. എന്താടാ ഇവിടെ നടക്കുന്നത്? ആർക്കറിയാം, പക്ഷേ സംതിങ് ഈസ് വോക്കിംഗ്. പുറത്തിറങ്ങിയ വാതിൽ പൂട്ടുന്നതിനിടയിൽ കെവിൻ അനീഷിന് മറുപടി നൽകി. സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ചിരുന്ന സാന്ദ്രയുടെ ശരീരം ഷോക്കടിച്ചതുപോലെ വിറച്ചുകൊണ്ടിരുന്നു. അവളുടെ നനഞ്ഞ ശരീരത്തേക്കാൾ അവരെ വിസ്മയിപ്പിച്ചത് സാന്ദ്രയുടെ വിളറി വെളുത്ത മുഖമായിരുന്നു. എന്താ പറ്റിയേ? താത്ത. സാന്ദ്രയുടെ വായിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി പുറത്തേക്ക് വന്ന ആ വാക്കുകൾ മൂവരിലും ഞെട്ടലും അത്ഭുതവും ഉളവാക്കി. കാറ് കെവിന്റെ വീടിന് മുന്നിലേക്ക് കയറി നിന്നതും സാന്ദ്ര തന്റെ ബാഗുമെടുത്ത് കുളിമുറി ലക്ഷ്യമാക്കി ഓടി. ചേച്ചി താത്തയെ കണ്ടു. എന്റെ സിക്സ്ത് സെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡാ നിക്കടാ, കേട്ടിട്ട് പോ. സഞ്ജനയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അനീഷും കെവിനും കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി വീടിനെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കെവിൻ വാതിൽ തുറന്ന് അകത്ത് കയറി ലൈറ്റിട്ട ശേഷം അനീഷിനൊപ്പം പാത്രങ്ങളുമായി തൊഴുത്തിനു നേർക്ക് നടന്നു. കോപ്പ്, ഞാൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ല. തറയെ ചവിട്ടി മെതിച്ചുകൊണ്ട് നടക്കുന്നതിനിടയിൽ സഞ്ജന പുലമ്പിക്കൊണ്ടിരുന്നു. സമയം ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു. സൂര്യൻ മലകൾക്കിടയിൽ നിന്ന് എത്തിനോക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. സഞ്ജന ഇതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ മുന്നിൽ നിന്ന് തലതോർത്തിക്കൊണ്ടിരുന്ന സാന്ദ്രയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. സഞ്ജനയുടെ നിസ്സംഗമായ മറുപടി കേട്ട് മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് സാന്ദ്ര അവളെ സമീപിച്ചു. ഇണങ്ങല്ലേ? ഏയ്, അതൊന്നല്ല. താത്ത ചേച്ചിയോട് സംസാരിച്ചു. അവളുടെ ചോദ്യത്തിൽ നിറഞ്ഞു നിന്ന ഉദ്യോഗം സാന്ദ്രയെ അല്പമൊന്ന് കുഴപ്പിച്ചു. ഇല്ല, അവിടെ ഇരുന്നപ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. ഞാനോർത്ത് കേസിന്റെ തുമ്പുവല്ലവും കാണിച്ചു തരാൻ വന്നതായിരിക്കുമെന്ന്. ചില സിനിമകളിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടേ. വെറുതെ പൊട്ടത്തരം പറയല്ലേടാ. ആ പിന്നെ, നീ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്കിപ്പോൾ ഉത്തരവുണ്ട്. ഇതുവരെ ആരും അറിയാതിരുന്നൊരു ഉത്തരം. ആ 9 വയസ്സുകാരി തന്റെ സ്കൂൾ ബാഗ് മേശപ്പുറത്തേക്ക് വെച്ച ശേഷം ഹാളിൽ തൂക്കിയിരുന്ന ഒരു സ്ത്രീയുടെ ചിത്രത്തിലേക്ക് തന്നെ കണ്ണും നട്ടിരുന്നു. വിശപ്പ് അവളുടെ കുടലുകളെ കാർന്നു തിന്നുകൊണ്ടിരുന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ എരിയുന്ന വിളക്കിലേക്ക് അല്പം എണ്ണ പകർന്നുകൊണ്ട് പറഞ്ഞു, അമ്മ, വാവ ഒന്നും കഴിച്ചിട്ടില്ലാട്ടോ. എന്റെ ഏഞ്ചല് പറഞ്ഞിട്ടുണ്ട് അമ്മ വീണ്ടും വരുമെന്ന്. വാവ കാത്തിരിക്കുകയാണ് കേട്ടോ. സാന്ദ്രേ, വാവ ഇങ്ങോട്ടൊന്ന് വന്നേ. അച്ഛന്റെ കൂടെ ആരാണിത് വന്നിരിക്കുന്നത് നോക്കി. പുറത്തുനിന്നുയർന്ന അച്ഛന്റെ ശബ്ദം കേട്ടതും സാന്ദ്ര വാതിൽപ്പടിയിലേക്ക് ഓടി. കട്ടിളപ്പടിയിൽ പിടിച്ചുകൊണ്ട് അവൾ അച്ഛനോടൊപ്പം നിന്ന മാലാഖയെപ്പോൾ സുന്ദരിയായ സ്ത്രീയെ സാഗൂതം നോക്കി. അയാൾ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് തുടർന്നു, മോളുടെ കഥകളിലെ മാലാഖയാ. മോളൂട്ടിയുടെ അമ്മയാകണമെന്ന് പറഞ്ഞപ്പോ അച്ഛനെങ്ങ് കൊണ്ടുവന്നതാ. അവൾ അയാളുടെ ചുമലുകളുടെ മീതെ കൂടെ ആ സ്ത്രീയെ തന്നെ നോക്കി നിന്നു. അല്പനേരത്തെ ശങ്ക മാറിയതും അവൾ തന്റെ കുഞ്ഞിക്കാലുകൾ നിലത്തൂന്നി ആ സ്ത്രീയെ സമീപിച്ച് അവരുടെ ചൂണ്ടുവിരലിൽ മെല്ലെ തൊട്ടുകൊണ്ട് ചോദിച്ചു, ഏഞ്ചലിന്റെ പേരെന്താ?
ആ സ്ത്രീ കുനിഞ്ഞ് അവളെ കയ്യിൽ വാരിയെടുത്തുകൊണ്ട് മെല്ലെ അകത്തേക്ക് നടക്കാൻ തുടങ്ങി. ഏഞ്ചൽ ഹെവനിൽ വെച്ച് അമ്മയെ കണ്ടായിരുന്നു. അമ്മയ്ക്ക് സുഖാണോ അവിടെ? കണ്ടു മോളെ. വാവച്ചിയെ നല്ലോണം നോക്കണമെന്ന് പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് വിട്ടത്. വാ, നമുക്കിന്നൊരു ഹെവൻ ഫുഡ് ഉണ്ടാക്കാം. സാന്ദ്രയുടെ തെളിഞ്ഞ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം സുബ്രഹ്മണ്യൻ ചുവരിലെ ചിത്രത്തിന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മി, നീ എന്നോട് ക്ഷമിക്കണം. എന്റെ ജോലി തിരക്കിനിടയിൽ അവൾ ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്. വളർന്നു വരുന്നത് ഒരു പെൺകുട്ടിയല്ലേ? എത്രയൊക്കെ പറഞ്ഞാലും ഒരച്ഛന് ചില പരിമിതികളില്ലേ? ഞാൻ സാന്ദ്രയുടെ സന്തോഷം മാത്രമേ നോക്കുന്നുള്ളൂ. നിനക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ ഫോട്ടോയിലെ മാലയൊന്ന് നേരിയിട്ടുകൊണ്ട് തുടർന്നു. എന്നാലും നീ എന്തിനാ അന്ന് ഒറ്റയ്ക്ക് പുറത്തു പോയത്? ഞങ്ങളോടിത് വേണ്ടായിരുന്നു കേട്ടോ. ഒഴുകിയിറങ്ങിയ കണ്ണീർ തുടച്ച ശേഷം സുബ്രഹ്മണ്യൻ കിടപ്പുമുറിയിലേക്ക് നീങ്ങി. വേനലും വർഷവും മഞ്ഞും കടന്നുപോയിക്കൊണ്ടിരുന്നു. അതിനൊപ്പം ആ കുടുംബവും പഴയ സന്തോഷ ദിനങ്ങളിലേക്ക് തിരികെ എത്തി. പക്ഷേ ഇത്തവണ സന്തോഷം പങ്കിടാൻ മറ്റൊരാൾ കൂടെ അവിടെയുണ്ടായിരുന്നു, സുബ്രഹ്മണ്യന്റെ മകൻ. പക്ഷേ ആ സന്തോഷത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. കൽക്കട്ടയിലേക്ക് സ്ഥലമാറ്റം കിട്ടിയ സുബ്രഹ്മണ്യന് കുടുംബത്തെ പിരിയേണ്ടി വന്നു. അന്യനാട്ടിൽ ഭാഷ പോലും അറിയാതെ കുടുംബത്തോടെ കഷ്ടപ്പെടേണ്ടെന്ന ഏഞ്ചലിന്റെ തീരുമാനം സ്വീകാര്യമായി തോന്നിയ അയാൾ പുതിയ ജോലിസ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ കയറി. അച്ഛനെ പിരിയേണ്ടി വന്നെങ്കിലും സാന്ദ്ര എന്ന ആ 15-കാരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകമായിരുന്നു. പക്ഷേ സാന്ദ്ര കരുതിയതുപോലൊരു ജീവിതമായിരുന്നില്ല അവളെ കാത്തിരുന്നത്. അനുജനും രണ്ടാനമ്മയും കാണിക്കാൻ തുടങ്ങിയ അകൽച്ച അവളെ ആ വീട്ടിൽ ഒരു മുറിയിലേക്ക് ഒതുങ്ങിക്കൂടാൻ പ്രേരിപ്പിച്ചു. ആ മുറിക്കുള്ളിൽ പോലും ഏഞ്ചൽ അവളെ വെറുതെ വിട്ടില്ല. ഭക്ഷണവും വെള്ളവുമില്ലാതെ അലറിക്കരഞ്ഞ അവളുടെ നിലവിളി കേൾക്കാൻ ആ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ദിനവും ഏഞ്ചലിന്റെ കയ്യിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന തല്ലും വഴക്കും ഇരുട്ടറയിലെ പൂട്ടിയിടലും ആ മനസ്സിനെ നോവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എല്ലാം മറക്കാൻ അവൾ പഠിപ്പിൽ ശ്രദ്ധയൂന്നി, ഒപ്പം കത്തുകളിലും. എല്ലാ മാസവും അവൾ അച്ഛന് കത്തുകൾ എഴുതി അയക്കാൻ തുടങ്ങിയെങ്കിലും അവയ്ക്കൊന്നും ഒരു മറുപടി കത്ത് അവൾക്ക് കിട്ടിയിരുന്നില്ല. മറുപടി ലഭിച്ചില്ലെങ്കിലും തന്റെ ദുഃഖങ്ങൾ അവൾ എഴുതിക്കൊണ്ടേയിരുന്നു. എല്ലാ പിറന്നാളിലും പേപ്പറിൽ വരച്ച കേക്ക് മുറിച്ച് അമ്മയ്ക്കും അച്ഛനും മാറ്റിവെച്ച് ആഘോഷിച്ചിരുന്ന ദിവസങ്ങൾ കരുതി വരുമെന്ന് ആ മനസ്സ് ഉറച്ചു വിശ്വസിച്ചു. ആ വലിയ വീട്ടിലെ ഒറ്റപ്പെട്ട ജീവിതവും ഏഞ്ചലിന്റെ വഴക്കും പീഡനങ്ങളും മെല്ലെ അവളുടെ ഉള്ളിലെ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിക്കാൻ തുടങ്ങി. ഈ നരകത്തിൽ തന്നെ ഒറ്റയ്ക്കാക്കി പോയ അച്ഛനെ അവൾ പതിയെ വെറുക്കാൻ തുടങ്ങി. സങ്കടങ്ങൾ പറഞ്ഞെഴുതിക്കൊണ്ടിരുന്ന കത്തുകൾക്ക് കാലം വെറുപ്പിന്റെയും ദേഷ്യത്തിന്റെയും സ്വഭാവം നൽകിക്കൊണ്ടിരുന്നു. അവളുടെ മനസ്സിലേക്ക് മെല്ലെ ഇരുട്ട് പടർന്നു കയറാൻ തുടങ്ങി. ആ ഇരുട്ടിലേക്ക് ഒരു നാൾ ഒരു മൃതദേഹം കടന്നുവന്നു, സുബ്രഹ്മണ്യന്റെ. സ്വന്തം അച്ഛൻ മരിച്ചിട്ട് മുന്നിൽ കിടന്നിട്ട് പോലും അവൾ കരയാൻ തയ്യാറായില്ല. താൻ വെറുത്തൊരാൾ ഒഴിഞ്ഞുപോയ ആശ്വാസമായിരുന്നു അവളുടെ ഉള്ളിൽ. മൃതദേഹത്തിനരികിലിരുന്ന് അലറിക്കരയുന്ന ഏഞ്ചലും മകനും അവളുടെ ചുണ്ടുകളിൽ ചിരി പടർത്തി. പക്ഷേ ആ ചിരി അധിക ദിവസം നീണ്ടുനിന്നില്ല. അച്ഛന്റെ മരണത്തോടെ അവളും ആ വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടു. ഒരു കൈയിൽ പുസ്തകങ്ങൾ നിറഞ്ഞ പെട്ടിയും മറുകൈയിൽ രണ്ടാനമ്മ അവൾക്ക് നേരെ വലിച്ചെറിഞ്ഞൊരു ട്രങ്ക് പെട്ടിയുമായി സാന്ദ്ര ആ വലിയ വീടിന്റെ പടികളിറങ്ങി. ആ നടത്തം അവസാനിച്ചത് സുബ്രഹ്മണ്യന്റെ സഹോദരന്റെ വീടിന് മുന്നിലായിരുന്നു. ചിറ്റപ്പന്റെ വീട്ടിലേക്ക് ഒരു അഭയാർത്ഥി കണക്കെ കയറുമ്പോഴും എന്തെന്നറിയാതെ ആ ട്രങ്ക് പെട്ടി അവൾ കൂടെ കൂട്ടി. ആ രാത്രി അവൾ പെട്ടിയിൽ നിന്നൊരു കത്തെടുത്ത് ആകാംക്ഷയോടെ തുറന്നു. അച്ഛന്റെ പൊന്നുമോൾക്ക് പിറന്നാൾ ആശംസകൾ. നിറഞ്ഞ കണ്ണുകളോടെ അവൾ പെട്ടിയിലിരുന്ന എല്ലാ കത്തുകളും പൊട്ടിച്ചു. അവസാനത്തെ കത്തും വായിച്ചു തീർത്ത ശേഷം ഗദ്ഗദത്തോടെ അവൾ പെട്ടിയിലിരുന്ന വലിയൊരു പൊതി മലർക്കെ തുറന്നു. ആ പൊതിയിൽ നിന്നൊരു കറുത്ത ഫ്രോക്ക് കയ്യിലെടുത്ത് അവൾ വെളിച്ചത്തിന് നേർക്ക് പിടിച്ചു. ആ ഫ്രോക്കിലെ കുഞ്ഞു മിനുസങ്ങൾ അവളുടെ മുന്നിൽ തിളങ്ങി നിന്നു. സാന്ദ്ര ആ ഫ്രോക്ക് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തേങ്ങിക്കരയാൻ തുടങ്ങി. സോറി അച്ഛാ. കരഞ്ഞു വീങ്ങിയ കണ്ണുകളോടെ അവൾ ആ ഫ്രോക്ക് ധരിച്ചുകൊണ്ട് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരി തൂക്കി. ആ കറുത്ത ഫ്രോക്കും ധരിച്ചുകൊണ്ട് കട്ടിലിന് മുകളിൽ ചിതറിക്കിടന്ന അച്ഛന്റെ ആശംസാ കത്തുകളുടെ മുകളിൽ കിടന്ന് അവൾ കണ്ണീരോടെ ചിരിച്ചുകൊണ്ടിരുന്നു. സോറി ചേച്ചി, ഞാൻ ഇത്രയ്ക്ക് കരുതിയില്ല. ഏയ്, അതൊന്നും കുഴപ്പമില്ലടോ. സാഹചര്യങ്ങളാണ് നമുക്ക് ജീവിക്കാനുള്ള കരുത്ത് നൽകുന്നത്. ഇവിടെ വന്ന് നിങ്ങളുടെ ജീവിതമൊക്കെ കണ്ടപ്പോൾ എനിക്കല്പം കുശുമ്പ് തോന്നി. നിങ്ങളൊക്കെ ഭാഗ്യം ചെയ്തവരാ. അതൊക്കെ പോട്ടെ, ചേച്ചി ഇനി ഇവിടെ കൂടിക്കോന്നേ. അല്ല, ചേച്ചിയുടെ അനിയനും രണ്ടാനമ്മയും അവരൊക്കെ? സഞ്ജനയുടെ അവസാനിക്കാത്ത ചോദ്യങ്ങളിലൊന്ന് കേട്ട്
സാന്ദ്ര അല്പനേരം പുറത്തേക്ക് നോക്കി നിന്ന ശേഷം തന്റെ ഇടത് കൈ മെല്ലെ ഉയർത്തി ഒന്ന് മണപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അവരാണ് എന്നിലൊരു ഡോക്ടർ ഉണ്ടെന്ന് കാണിച്ചു തന്നത്. ലെറ്റ് ദം റെസ്റ്റ് ഇൻ പീസ് ആൻഡ് പീസ് ആൻഡ് പീസസ്. സാന്ദ്രയുടെ വാക്കുകൾ കേട്ടതും അകത്തേക്ക് കയറി വന്ന കെവിൻ ഇരുവരെയും മാറി മാറി നോക്കി. ഇരുമുഖങ്ങളിലും വിളങ്ങി നിന്ന വീര്യഭാവം കണ്ട് അവൻ പറഞ്ഞു, പുരാണമൊക്കെ പിന്നെ, സൂര്യനങ്ങ് നല്ലോണം പൊങ്ങി. സൊസൈറ്റിയിൽ പോണം. സഞ്ജന മെല്ലെ കസേരയിൽ നിന്നെഴുന്നേറ്റ് സാന്ദ്രയുടെ ഇടത് കൈയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ കൈ, ഇത് സ്പെഷ്യലാണ്. ഈ മനസ്സ് അതിനേക്കാളേറെ സ്പെഷ്യലും. ദി വുമൺ ഇൻ ബ്ലാക്ക്. ചേച്ചി ശരിക്കും എൻ്റെ സ്വന്തം ചേച്ചിയായിരുന്നെങ്കിലെന്ന്. സഞ്ജനയുടെ അതരങ്ങളെ തന്റെ കൈകളാൽ വിലക്കിയ ശേഷം സാന്ദ്ര കാറിനുള്ളിലേക്ക് കയറി. പ്രഭാതരശ്മികൾ പടർന്നു പന്തലിച്ച റോഡിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ആ വാഹനത്തിൽ യാത്രികരെ ആകർഷിച്ചത് എതിരെ വന്നുകൊണ്ടിരുന്ന പോലീസ് ജീപ്പായിരുന്നു. അത് അവരെയും കടന്ന് പ്രധാന പാതയിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അതിവേഗം നീങ്ങിക്കൊണ്ടിരുന്നു. തമ്പിയുടെ വീട്ടിലേക്കാണല്ലോ. ഇത്തവണ പെട്ടെന്നാ തോന്നുന്നേ. ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അനീഷ് ആവേശത്തോടെ സീറ്റിൽ ആഞ്ഞിടിച്ചു. സൊസൈറ്റിയിൽ പാല് കൊടുത്തു കഴിഞ്ഞ് വണ്ടിയിലേക്ക് കയറിയ കെവിനെയും വഹിച്ചുകൊണ്ട് ആ വാഹനം വന്നതിലും വേഗത്തിൽ ഗ്രാമത്തെ ലക്ഷ്യമാക്കി പായാൻ തുടങ്ങി. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന സാന്ദ്രയേക്കാൾ ആകാംക്ഷ സഞ്ജനയുടെ മുഖത്ത് തെളിഞ്ഞു നിന്നിരുന്നു. തമ്പികളെ അറസ്റ്റ് ചെയ്യാനാണ് ആ പോലീസുകാർ വന്നതെങ്കിൽ അത് കാണണം ചേച്ചി. ഞാൻ മാത്രമല്ല, വർഷങ്ങളായി ഈ ഗ്രാമം മുഴുവൻ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ആവേശത്തോടെ സീറ്റിൽ പിടിച്ച് കുലുക്കിക്കൊണ്ട് അനീഷ് തുടർന്നു. എല്ലാവരും ഒന്ന് ആലോചിച്ചു നോക്കിയേ, ആ കുടുംബത്തെ മുഴുവൻ വിലങ്ങ് വെച്ചുകൊണ്ട് ആളുകളുടെ ഇടയിലൂടെ കൊണ്ടുപോകുന്ന രംഗം. ഹോ, ഓർക്കുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നു. ശരിക്കും പറപ്പിക്ക് ചേച്ചി. അറസ്റ്റാകാൻ വഴിയില്ല മക്കളെ. ചിലപ്പോ ചോദ്യം ചെയ്യാൻ വന്നതാകും. ഇനി ഞാൻ കാണാത്തതെന്തെങ്കിലും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അറസ്റ്റ് ഉണ്ടാകാം. എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിന്റെ അവസാനം എങ്ങനെയാകുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനത് പറയില്ല. ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. സാന്ദ്ര പറഞ്ഞു നിർത്തിയതും കെവിനും അനീഷും പരസ്പരം നോക്കി എന്തൊക്കെയോ പെറുപുറത്തുകൊണ്ടിരുന്നു. തമ്പികളെ അറസ്റ്റ് ചെയ്യരുതെന്ന എന്റെ ആഗ്രഹം. സഞ്ജനയുടെ വാക്കുകൾ അനീഷിലും കെവിനിലും ഞെട്ടലുളവാക്കി. ഞെട്ടണ്ട, ഞാൻ പ്ലേറ്റ് മാറ്റിയതല്ല. ജയിലൊക്കെ അവർക്കൊരു ശിക്ഷയാണോ? ഒന്നും മനസ്സിരുത്തി ആലോചിച്ചു നോക്ക്. അവർ ചെയ്തതിനൊക്കെ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ശിക്ഷയല്ല, മറിച്ച് പ്രകൃതിയുടെ നീതിയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവരുടെ കയ്യാൽ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് ശാന്തി കിട്ടില്ല. നീ എന്തോന്നായി പറയുന്നേ? അവളുടെ കോപ്പിലെ സാഹിത്യം. തെളിച്ചു പറയടി വെള്ളപ്പാറ്റേ. കൊല്ലണം. അവർ 4 പേരെയും ഇഞ്ചിഞ്ചായി കൊല്ലണം. അനീഷിന്റെ ചോദ്യത്തിന് സഞ്ജന നൽകിയ മറുപടി കേട്ട് സാന്ദ്ര ചെറുതായൊന്ന് മന്ദഹസിച്ചു. എടി, നീ കൊല്ലാൻ പോവാണോ? നീ കൊന്നിട്ട് ജയിലിൽ പോയാൽ ഞാനിവിടെ കാത്തിരിക്കേണ്ടി വരില്ലേ? കെവിൻ ചോദിച്ചു നിർത്തിയതും കരഞ്ഞുകൊണ്ട് ആ വാഹനം നിന്നതും ഒരുമിച്ചായിരുന്നു. സാന്ദ്ര കാറിൽ നിന്നിറങ്ങി തമ്പികളുടെ വീട്ടിലേക്ക് നീണ്ടുകിടക്കുന്ന പൂഴി വിരിച്ച റോഡിലൂടെ അകലെ നിൽക്കുന്ന വലിയ വീടിന്റെ മുറ്റത്തേക്ക് ബൈനോക്കറിലൂടെ നോക്കി. എന്തായി ചേച്ചി, അറസ്റ്റാണോ? നോ, വേറെ എന്തോ ആണ്. ചിലപ്പോ ചോദ്യം ചെയ്യലായിരിക്കും. നിങ്ങളൊരു പണി ചെയ്യേ, തിരിച്ച് കവലയിലേക്ക് ചെന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് ആശുപത്രിയിലേക്ക് വിട്ടു. എനിക്ക് ആ വീട്ടിൽ കുറച്ച് പണിയുണ്ട്. കുട്ടികൾ മൂവരും മറുത്തൊന്നും പറയാതെ കാറിൽ നിന്നിറങ്ങി. സാന്ദ്ര നൽകിയ പൈസയും വാങ്ങി കവലയെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അവർ കണ്ണിൽ നിന്ന് മറഞ്ഞതും സാന്ദ്ര തിരികെ കാറിനുള്ളിലേക്ക് കയറി തമ്പിയുടെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാന ഭാഗം ഇന്ന് രാത്രി വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക് യു.